ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെലവഴിക്കുന്നു എന്നുള്ളവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല മാരേജ്. പക്ഷെ ചില ആൾക്കാർ മാരേജ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ജീവിതത്തിന്റെ മൊത്തം അധ്വാനം ഒരു കല്യാണത്തോട് കൂടിയിട്ട് ഒന്നുമില്ലാണ്ടായി പോണ ഒരുപാട് ഫാമിലീസ് ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് സൊസൈറ്റി എന്ത് വിചാരിക്കും, അയ്യോ അവരെന്ത് വിചാരിക്കും കല്യാണം അങ്ങനെ നടത്തില്ല വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തു. 2 ദിവസം, ആ ഒരു 2 ദിവസം നമ്മൾ എവിടെ നിന്നൊക്കെ കിട്ടാണ്ടോ അതൊക്കെയും കടം വാങ്ങിച്ചിട്ടും നമ്മുടെ ആയുഷ്കാലം മൊത്തം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ ഒക്കെ എടുത്തിട്ട് ആ ഒരു 2 ദിവസം അങ്ങോട്ട് ചിലവാക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം മുതൽ മൂന്നാമത്തെ ഒരു ദിവസം തൊട്ട് നമ്മൾ ബാധ്യതകൾ തുടങ്ങുക. ഇത് തിരിച്ചടയ്ക്കണ്ടേ, അത് ചെയ്യണം, ഇത് ചെയ്യണം, EMI അടയ്ക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് പ്രഗ്നൻസി, ഡെലിവറി, ആ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ, പിന്നെ അവരുടെ കല്യാണം ഇവരുടെ കല്യാണം, നൂലിയെട്ട് 28, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടാണ്. പക്ഷെ എന്നാൽ നമ്മൾ അധ്വാനിക്കണം മൊത്തം ഈ എന്താ പറയുക ബാധ്യത തീർക്കാനും അല്ലെങ്കിൽ ഓരോ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ. അതായത് രണ്ട് കൂട്ടരും ചേർന്നൊരു മിനിമലിസ്റ്റിക് ആയിട്ട് എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റും അത്രത്തോളം സിമ്പിളാക്കി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവും അതിൽ. അത് കിട്ടുന്ന ഉള്ള സേവിങ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാം, അവിടെ താമസിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. ഇനി എന്തായാലും അപ്കമിങ് ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യല് നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു തോട്ട്. നിങ്ങളുടെ തോട്ട് എന്താ?